പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ഈ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. തിരുവചന ചിന്തകളിലേക്ക് കടക്കാം. കഴിഞ്ഞ 21 പാട്ട് പാടുവാനിടയായി. അതിൻ്റെ രചന ഞാൻ തന്നെയാണ്. ദൈവകൃപയാൽ അത്രയും ഇനിയും ഒത്തിരി പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും ഇറക്കുന്നില്ല. സമയം പോലെ അത് ഇറക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ തിരുവചന കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് തിരുവെഴുത്തിലെ 3 പൊട്ടക്കിണറുകളാണ്. 3 പൊട്ടക്കിണറുകൾ. അതിൽ ഒന്നാമതായിട്ട് തിരുവചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ ദർശനമുള്ളവൻ്റെ പൊട്ടക്കിണർ. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ദർശനമുള്ളവൻ്റെ പൊട്ടക്കിണർ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ, ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യോസഫിൻ്റെ ചരിത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകാതെ തിരുവചന അടിസ്ഥാനത്തിൽ ഒത്തിരി നീട്ടിക്കൊണ്ടു പോകാതെ, നീളം കൂട്ടാതെ, ആർക്ക് സമയമില്ലാത്തത് കൊണ്ട് നീളം കൂട്ടാതെ ചുരുക്കി 3 പൊട്ടക്കിണറിൻ്റെ കാര്യം പറഞ്ഞ് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ടാണ് ഒന്നാമതായിട്ട് യോസഫിൻ്റെ പൊട്ടക്കിണർ. അപ്പോൾ ദർശനമുള്ളവന് പൊട്ടക്കിണർ ഉണ്ട്. കാരണം 37-ൽ യോസഫ് യാക്കോബിൻ്റെ ഇഷ്ടപുത്രനെന്ന് വേണമെങ്കിൽ കൂടെ പറയാം. യാക്കോബിന് റാഹേലിൽ ഇഷ്ടഭാര്യയായ റാഹേലിൽ ജനിച്ച ഇഷ്ടപുത്രൻ. അങ്ങനെ ഈ അപ്പൻ ഇഷ്ടപുത്രനായതുകൊണ്ട് അങ്കിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ബാക്കി 10 വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഈ ഭാഗം നടക്കുമ്പോൾ ബെന്യാമിൻ ജനിച്ചിട്ടില്ല. 35-ലാണ് ബെന്യാമിൻ ജനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള മകന് അങ്കി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ള 10 നോക്കി നിൽക്കുക. അയാൾക്ക് പണ്ട് തൊട്ടേ ഈ കളിപ്പീര് പരിപാടി ഉള്ളതാണ്. ആദ്യം ചേട്ടനെ പറ്റിച്ചു, അത് കേട്ട് അപ്പനെ പറ്റിച്ചു. ഇങ്ങനെ കളിപ്പീരിൻ്റെ ഒരു വലിയൊരു പട്ടിക തന്നെ കിടപ്പുണ്ട്. ഇവിടെ വന്നപ്പോൾ വേർതിരിച്ച് കാണുക.
അങ്ങനെ ഇയാൾ ഒരു പ്രാവശ്യം ഇഷ്ടപുത്രനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇത്രയാണ്: 11 കറ്റകളും എന്നെ വണങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു കറ്റ നേരെ നിൽക്കുന്നു, ഒരു കതിര് നേരെ നിൽക്കുന്നു, 11 കറ്റകളും എന്നെ വണങ്ങുക, അല്ലെങ്കിൽ 11 കതിരുകളും എന്നെ വണങ്ങുക. എങ്ങനെ വണങ്ങുക? 11 കറ്റകൾ വണങ്ങുകയാണ്. ഒരു കറ്റ നേരെ നിൽക്കുന്നു. അത് കേട്ടപ്പോഴേ ഇവർക്കൊക്കെ പകച്ചു, ദോഷിച്ചു, അധികം പകച്ചു, അധികം ദോഷിച്ചു എന്നാണ് കിടക്കുന്നത്. അടുത്തൊരു സ്വപ്നം കൂടെ കണ്ടു. സൂര്യനും ചന്ദ്രനും തന്നെ നമസ്കരിക്കുന്നു. അപ്പൊ അപ്പനും ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ നിന്നെ വണങ്ങുമോ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമോ? അവിടെ ഈ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് യോസഫിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ലാന്ന്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനത്തിൽ കാണുന്നു. യോസഫിൻ്റെ തെറ്റ് ഒന്ന്, സഹോദരന്മാരുടെ കാര്യം. 37:1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരുടെ കാര്യങ്ങൾ വന്ന് അപ്പനോട് പറയും. സഹോദരന്മാരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അവന്മാരവിടെ എന്തെങ്കിലും കോക്കാൻ പിച്ചുകൾ കാണിച്ചാൽ ഉടൻ വന്ന് അപ്പനോട് പറയുകയും ചെയ്യും. അതായിരിക്കും അപ്പൻ അങ്കി വാങ്ങിച്ചു കൊടുത്തതെന്ന് ഞാൻ ചിന്തിക്കുക. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമോസ് 6:6 പറയുന്നു, നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. യോസഫിൻ്റെ കേടിനെ കുറിച്ച് ആരും വ്യസനിക്കുന്നില്ലതാണ്. എന്താണ് യോസഫിൻ്റെ കേട്? ചിലരൊക്കെ പറയുന്ന പൊട്ടക്കിണറ്റിട്ടപ്പോഴുള്ള കേടാണ്. ഞാൻ പറയുന്നത് അതല്ല. അദ്ദേഹത്തെ അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം, ഓടിച്ചു പറയാം. കുറേ കാലം കഴിഞ്ഞ് ഈ സ്വപ്നമൊക്കെ കണ്ട് അപ്പം പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠന്മാരുടെ ക്ഷേമാന്വേഷണമൊക്കെ തിരക്കി അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശേഖേമിൽ ചെന്നു. അവിടുന്ന് ദോതാനിലേക്ക് പോയ കൂട്ടത്തിൽ അതാ വരുന്ന സ്വപ്നക്കാരനെന്നും പറഞ്ഞ് അവനെ നമുക്ക് കൊന്നുകളയാന്ന് ഒരു കൂട്ടർ പറയുന്ന പല അഭിപ്രായങ്ങൾ. 10 പേരും 10 അഭിപ്രായം പറഞ്ഞു. ഇവരെല്ലാം അഭിപ്രായങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവനെ കൊല്ലണം ഒരു കൂട്ടർ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞപ്പോൾ അടുത്തൊരു അവനെ കൊല്ലണ്ട, നമ്മൾ ദോഷം പ്രവർത്തിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് അവന്മാർ തിന്നാനും കുടിക്കാനും ഒക്കെ ഇരുന്ന്. അപ്പൻ്റെ ഇഷ്ടപുത്രൻ ഇപ്പം ഇവിടെ കിടക്കുന്നു, പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുക. സ്വപ്നമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്താണ്. സമയമൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇസ്മായേലിയർ അതുവഴി പോകുന്നത് കണ്ടപ്പോൾ ഇവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊട്ടക്കിണറ്റിൽ തന്നെ പൊക്കിയെടുത്ത് ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് യവനെ വിറ്റു. എന്തായാലും സുഗന്ധ ദ്രവ്യക്കാർക്കാണ് വിറ്റത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. സുഗന്ധ ദ്രവ്യക്കാർക്ക് വിറ്റു. യവന്മാർ അങ്ങനെ ഒരു ഗുണമുണ്ടായി. അപ്പോൾ സുഗന്ധ ദ്രവ്യക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റ് യവന്മാരെ 2 വെള്ളിക്കാശ് വെച്ച് എന്ത് ചെയ്തു? വീതിച്ചെടുത്തു. ബൈബിളിലില്ല, എൻ്റെ ചിന്തയാണ്.
അവിടെ നിന്ന് ഇവർ കൊണ്ടുപോയി നേരെ പോത്തിഫറിന്റെ വീട്ടിലാക്കി. അവിടെ ചെന്നപ്പോഴും പോരാട്ടം. പോത്തിഫറിന്റെ ഭാര്യ യവന്റെ മേൽ ജനസിസ് ചാപ്റ്റർ 39 പഠിക്കുമ്പോൾ, 39 അധ്യായം പഠിക്കുമ്പോൾ അവിടെ ചെന്ന് ഇവൻ കാലുവച്ച സമയം മുതൽ ദൈവം യോസഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് ആ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹ നിമിത്തം യോസഫ് പറയുന്ന ഒരു പദമുണ്ട്, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ഇല്ല. കാരണം സകല ഉത്തരവാദിത്വവും പോത്തിഫർ യോസഫിനെ ഏൽപ്പിച്ചു. യോസഫിന്റെ മേൽ ദൃഷ്ടിവെച്ച പോത്തിഫറിന്റെ ഭാര്യ തന്നെ കയറി പിടിക്കുവാൻ വന്നപ്പോൾ താൻ പറഞ്ഞൊരു പദമാണ്, നിന്നെ ഒഴികെ എല്ലാം എന്നെ യജമാനനെ ഏൽപ്പിച്ചു. അയ്യോ, ഇന്നുള്ള പുള്ളികൾ വല്ലതും ആയിരുന്നെങ്കിലുള്ള കാര്യം പറയുകയും വേണ്ട. കിട്ടിയ അവസരം മുതലാക്കിയതിനെ വളരെ ശ്രദ്ധിച്ചോണം. ഞാനിങ്ങനെ പറയാറുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു, മുട്ടുകുത്തി കുടിക്കുന്നവനെയും വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിക്കുന്നവനെയും തമ്മിൽ മാറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ 9700 മുട്ടുകുത്തി, 300 നിന്നുകൊണ്ട് വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിച്ചു. 300 ദൈവം മാറ്റി നിർത്താൻ പറഞ്ഞു. ഈ മുട്ടുകുത്തുന്നവനെ പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നാലും മുട്ടുകുത്തും. അതുകൊണ്ട് ദൈവം പറഞ്ഞവന്മാരെയൊക്കെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. മുഴക്കാലം മുടക്കി പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമല്ല, അവിടെ മുട്ടുകുത്തിയവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓടി മാറാൻ യോസഫ് തയ്യാറായത് മൂലം തന്നെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു പോത്തിഫറിന്റെ ഭാര്യയും യോസഫിന്റെ ഒരു കഷണം തുണിയും 2 കള്ളസാക്ഷികളും ഉണ്ടെങ്കിൽ ഏത് നീതിമാനും കാരാഗ്രഹം ഉറപ്പാണ്. യോസഫ് നേരെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു, കൊണ്ടടയ്ക്കപ്പെട്ടു. അങ്ങനെ കാരാഗ്രഹത്തിനകത്ത് 4 സൈഡും അടഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിനൊരു പേടി. എൻ്റെ ഒരു ആത്മീയ ചിന്തയാണ്. അവിടെ ഇരുന്ന് അപ്പക്കാരുടെ പ്രമാണിമാർക്കും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്കും ആലോചന കൊടുത്തിട്ട് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോടൊരു കാര്യം പറഞ്ഞു, നിനക്ക് നീ ശുഭമായിരിക്കുമ്പോൾ നീ എൻ്റെ കാര്യം കൂടെ ഫറവോനോട് പറയണം. പക്ഷേ ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി അവൻ മറന്നു. എന്നാൽ ഫറവോൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആളില്ലാതെ വന്നപ്പോൾ, എൻ്റെ ഭാഷയെ പറഞ്ഞ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, അതാണ് ശരി, അവൻ ഓർത്തു
അപ്പം ചിലർ മറക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരിക്കൽ ഓർക്കുന്ന ഒരു സമയമുണ്ടാകും. കാരണം സ്വപ്നത്തിൽ കൂടെയാണല്ലോ ഇതുവരെ എത്തിയത്. അപ്പോൾ അതേ സ്വപ്ന വ്യാഖ്യാനത്തിൽ കൂടെ തന്നെ ദൈവം ഉയർത്തണം. അതാണ് അതിൻ്റെ മർമ്മം. സ്വപ്നം മൂലം താൻ കാരാഗ്രഹം വരെ വന്ന് അടയ്ക്കപ്പെട്ടു എങ്കിൽ അതേ സ്വപ്ന വ്യാഖ്യാനത്തിൽ കൂടെ തന്നെ അവൻ എന്ത് ചെയ്യണം? ഉയർത്തപ്പെടണം. സ്വപ്നം കണ്ടപ്പോൾ വ്യാഖ്യാനം ഇല്ലായിരുന്നു, കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ വ്യാഖ്യാനം കിട്ടി. എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കിട്ടത്തില്ല. ഇന്ന് പലരുടെയും സ്വപ്നം കേട്ട് കഴിഞ്ഞാൽ പേടി വരും. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മു ഓരോ സ്വപ്നങ്ങൾ കേട്ട് പേടിക്കുക. പണ്ടൊരു സഹോദരി സാക്ഷ്യം പറയുക, എഴുന്നേറ്റത് സാക്ഷിക്ക് സമയം കൊടുത്തപ്പോൾ പറയുക, ഒരു കുളം കലങ്ങി കിടക്കുക, കുളത്തിനകത്തൊരു വരാല് കഴുത്തൊടിഞ്ഞ് കിടക്കുന്നു. വ്യാഖ്യാനം: കുളം സഭ കലങ്ങി കിടക്കുന്നു. വരാൽ, കഴുത്തൊടിഞ്ഞ വരാലെന്ന് പറയുന്നത് ഉപദേശിയാണ്. ഉപദേശി നല്ല കൃപയുണ്ടായിരുന്നത് കൊണ്ട് ഉപദേശി ഒരൊറ്റ ശാസന, പിശാചി എന്നും പറഞ്ഞൊരു ശാസനം, അതോടുകൂടി സഭയിൽ നിന്നും പോയി. ഒറ്റ സ്വപ്നത്തോടുകൂടി സഭയിൽ നിന്ന് പോയി. ഒറ്റ സ്വപ്നം, ഒറ്റ ശാസന, അതോടുകൂടി സഭയിൽ പോയി. ഒരുപാട് ശാസിക്കേണ്ടി വന്നില്ല. അപ്പോൾ പലരുടെ സ്വപ്നം അങ്ങനെയാണ്. അതുപോലുള്ള സ്വപ്നങ്ങൾ. പേക്കിനാവും കണ്ട് മൊബൈലും മാന്തി കിടന്നിട്ട് യൂട്യൂബിലും മൊബൈലും ഉള്ളത് മുഴുവനും കണ്ടിട്ട് കയറി കിടന്ന് ഉറങ്ങും. എന്നിട്ട് പറയും, നിനക്ക് സാക്ഷ്യം പറയാനേ സമയം കൊടുക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 2:25-26 വായിക്കുമ്പോൾ അറിയാം, വായിച്ചോണം. മനുഷ്യനിലുള്ളത് എന്തെന്ന് ഞാൻ സ്വതവേ അറിഞ്ഞിരിക്കുക, യാതൊരുത്തൻ്റെ സാക്ഷി ആവശ്യമായിരുന്നില്ലെന്ന്. സാക്ഷിയൊക്കെ പുറത്തുപോയി പറയണം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുക എന്ന് പറയുന്നത്, സ്തേഫാനോസിനെ കല്ലെറിയുവാൻ കൂട്ടുനിന്നവൻ സ്തേഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ശൗല് എഴുന്നേറ്റു. അതാണ് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നത്. അല്ലാതെ വരാലൊടിച്ചത് കഴുത്തൊടിച്ചതൊന്നുമല്ല. ഇപ്പം മനസ്സിലായ? അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം നേരെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട മനുഷ്യൻ അടുത്ത തെറ്റ് പാനപാത്രവാഹകനിൽ ആശ്രയിച്ചു. 118 സങ്കീർത്തനം 8-9 വാക്യപ്രകാരം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ കാരാഗ്രഹത്തിൽ 4 സൈഡും അടഞ്ഞു കഴിഞ്ഞൊരു വിടുതലില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി ഭയപ്പെട്ടിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം കൂടെ നീ പറ. ഇതിനെ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ വലിയ പ്രവാചകന്മാരെയൊക്കെ അങ്ങനെയൊന്നുമില്ല ബൈബിളിൽ. യേശുക്രിസ്തു പറഞ്ഞു ലൂക്കോസ് 24:44, നമ്മളാ പറയുന്ന വലിയ പ്രവാചകൻ, ചെറിയ പ്രവാചകൻ എന്നൊക്കെ. യേശുക്രിസ്തു പറഞ്ഞു, എന്നെക്കുറിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണ പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്നേ പറഞ്ഞുള്ളൂ. എല്ലാവരെയും ഒരുപോലെ കണക്കാക്കി കർത്താവ്. ഇന്നുള്ള പുള്ളികൾ, വലിയ പുള്ളികൾ, നല്ലതുപോലെ പഠിച്ച പുള്ളികളാണ് പറയുന്നത് വലിയ പ്രവാചകനെന്നും ചെറിയ പ്രവാചകനെന്നും. അത്രയും കൊണ്ട് അവിടെ നിർത്തുകയാണ്. അങ്ങനെ ഈ കേടിനെ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ചരിത്ര പുരുഷനായിട്ടാണ് യഹൂദന്മാർ കണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പ്രവചനം കിടക്കുന്നുണ്ട് പ്രവാചകനായിട്ട്. അങ്ങനെ ആ ഭാഗം വായിക്കുമ്പോൾ ആർക്കും വെളിപ്പെടാതിരുന്നത് ആമോസ് പ്രവാചകന് വെളിപ്പെട്ടു. ആമോസ് 6:6, നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. യോസഫിൻ്റെ കേടിനെ കുറിച്ച് ആരും വ്യസനിക്കുന്നില്ല. താനും
എൻ്റെ വിഷയം എന്ന് പറയുന്നത് പൊട്ടക്കിണറാണ്. എങ്കിൽ യോസഫിൻ്റെ കേട് ഒരു തെറ്റും ഇല്ല എന്നും പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ പൊക്കിയിട്ടപ്പോഴുള്ള കേടല്ല. ഇങ്ങനെ എൻ്റെ ആത്മീയ ചിന്ത തിരുവചന ധ്യാനത്തിൽ കൂടെ മനസ്സിലായത് ഇവിടുള്ള കേടാ. കാരാഗ്രഹത്തിൽ വെച്ച് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം മനുഷ്യനിൽ ആശ്രയിച്ചത് കൊണ്ട് 2 വർഷം കൂടെ പിന്നെയും കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പാനപാത്രമാകാൻ ഓർത്തത്. പറവൻ സ്വപ്നം കാണുന്നത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ലക്ഷ്യത്തിൽ ആ സ്വപ്നത്തിലേക്ക് തന്നെ എത്തിക്കുവാൻ ഇടയായി. അപ്പോൾ ഒരു പൊട്ടക്കിണർ സ്വപ്നം കാണുന്നവന് ദർശനമുള്ളവന്, അവിടെ ഞാൻ ദർശനമെന്ന് എടുക്കുക, ദർശനമുള്ളവന് പൊട്ടക്കിണറുണ്ടോ? പൊട്ടക്കിണറുണ്ട്. പൊത്തിഫറിൻ്റെ ഭവനമുണ്ട്, കാരാഗ്രഹമുണ്ട്. എല്ലാവരും നമ്മെ മറക്കുമ്പോൾ ദൈവം ഓർക്കും. നീ ഏത് വിഷയത്തിലാണോ ഈ പ്രശ്നത്തിൽ കൂടെ കടന്നു പോയത്, അതേ വിഷയത്തിൽ കൂടെ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തും. ഒന്നാമത്തെ പൊട്ടക്കിണർ. രണ്ടാമത്തെ പൊട്ടക്കിണർ പ്രവാചകനാണ്. യിരെമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്ത് ഇറക്കുന്ന 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ വലിയ വാഗ്ദത്തം 1:5, 1:9, 1:18, 19, 15, 16, 17, 18, 19 ഇങ്ങനെ ഭയങ്കര പ്രോമിസ് കൊടുത്തൊക്കെ ഇറക്കി അങ്ങോട്ട് ശുശ്രൂഷ അങ്ങോട്ട് വെളിപ്പെട്ട് വന്നു. വെളിപ്പെടുന്നത് അതുപോലെ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാം. യിരെമ്യാ 38:6 വരുമ്പോൾ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു? നേരെ ചെളിക്കുഴിക്കകത്തോട്ട്, പൊട്ടക്കിണർ വെള്ളമില്ലാത്ത കുഴിയിൽ ചെളിയുള്ളതിനകത്തോട്ട്, ചെളിക്കകത്തോട്ട് അങ്ങോട്ട് ഇറക്കി നിർത്തി. ചെളിയ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ കഴുത്തറ്റം ചെളി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വായി തലയിൽ സൃഷ്ടിച്ചതിൻ്റെ കാരണം നിങ്ങളാരും വേറെ ഒന്നും തോന്നരുത്. തലയിൽ സൃഷ്ടിക്കാനുള്ള കാരണം കാലിലായിരുന്നെങ്കിലോ അന്നേരം ശ്വാസം മുട്ടി ചാവുമായിരുന്നു. അതുകൊണ്ട് യവന്മാർ എത്രത്തോളം നിന്നെ താഴ്ത്തിക്കെട്ടുമോ അത്രത്തോളം നിന്റെ കഴുത്തോളം, നിന്റെ ചുണ്ടോളം ചെളി കയറിയാലും നിനക്ക് ദൈവത്തെ വിളിക്കാൻ വേണ്ടിയാണ് വായി കൊണ്ടുവന്ന് തലയിൽ ഫിറ്റ് ചെയ്തെന്ന എൻ്റെ ചിന്ത. ഇല്ലെങ്കിൽ കാലിലായാലും കുഴപ്പമില്ലല്ലോ. പണ്ടൊരാളെന്നോട് ചോദിച്ചതുപോലെ, എന്തിനാ പാസ്റ്ററെ വയറ് നടുക്ക് സൃഷ്ടിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, വയറ് കാലിലായിരുന്നെങ്കിൽ അത് അവഗണനയായിരുന്നു. വയറ് തലയിലായിരുന്നെങ്കിൽ അത് മുൻഗണനയായിരുന്നു. വയറ് നടുക്കായതുകൊണ്ട് പരിഗണന കിട്ടിയില്ലേ മോനെ എന്ന്. അപ്പോഴാണ് ഊവ എന്നവൻ പറഞ്ഞത്. നല്ല കൊച്ചന, അവൻ ഊവ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മോനെ, നീ വയറ് നടുക്ക് സൃഷ്ടിച്ച ആ ദൈവത്തിന് ഈ വയറിന് കൊടുക്കുന്ന പരിഗണനയെങ്കിലും നീ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അവനത് കേട്ടുകൊണ്ട് പോയി. അപ്പോൾ തലയിൽ വായ് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കഴുത്തോളം ചെളിക്കകത്തിറങ്ങുമ്പോഴും എൻ്റെ സർവശക്തനായ ദൈവത്തെ വിളിക്കാൻ വേണ്ടിയാ. എല്ലാവരും പറയുന്നത് കള്ളപ്രവാചകന്മാർ ഉണ്ടായിരിക്കാം, ഉണ്ട്, ബൈബിളിലും ഉണ്ട്, അന്നും ഉണ്ട്, അന്നത്തെ കാലഘട്ടങ്ങളിലും ഉണ്ട്, ഇന്നും ഉണ്ട്.
ആവർത്തനം 18 പോലെ ഇങ്ങോട്ടെടുത്താലും ഉണ്ട്. 18-ന്റെ 18, 19, 18 വേണ്ട, 19, 20, 21 വാക്യങ്ങളിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അന്നത്തെ പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞ നടന്നില്ല, കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം അങ്ങോട്ട് പ്രവചിച്ചു, ദൈവം കൊടുക്കുന്നത് തന്നെ. കാരണം യെരമ്യാ 1:9 ദൈവം അവൻ്റെ വായെ തൊട്ടു, വചനത്താൽ നിറച്ചു. വചനം എസ്കേലിനെ 3-1 വരെ വായിക്കുമ്പോൾ എസ്കേലിനോട് പറഞ്ഞു, നീ കാണുന്ന ചുരുൾ തിന്ന് ഉദരം നിറയ്ക്കണം. യെരമ്യാ 15:16 പറയുന്നത്, ഞാൻ യഹോവയുടെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവം പറയുന്നത് പോലെ പറഞ്ഞവനെ എന്തെല്ലാം കഷ്ടത അവൻ്റെ ജീവിതത്തിൽ വന്നത് മാത്രമല്ല, അടികിട്ടി എന്തെല്ലാം കാര്യങ്ങൾ. ഉള്ളത് തുറന്നു പറയുന്നവനെ അടിക്കും. അവനെ ചെളിയില്ലാത്ത കുഴിയിൽ, ചെളി എന്ന് പറഞ്ഞാൽ ഇന്ന് ചെളിക്കകത്തൊന്നും ഇറക്കിയവരെ നിർത്തിയില്ലെങ്കിലും ചെളി വാരിയെറിയും. ഉള്ളത് പറയുന്നവനെ ചെളി വാരിയെറിയും. അങ്ങനെയും കുറേ എണ്ണം ഉണ്ട്. പക്ഷെ മീശയൊക്കെ വടിച്ചതാ. മീശ വടിച്ചവന്മാരാണ് ചെളി വാരിയെറിയുന്നത്. അതുകൊണ്ട് ആ ചെളി വാരി എറിച്ചിലൊക്കെ നിർത്തുന്നത് എല്ലാവർക്കും നല്ലതാണ്. അങ്ങനെ പ്രവാചകനെ പ്രഭാകരന്മാരുമുണ്ട്, പ്രവാചകന്മാരുമുണ്ട്. കുണ്ടറ പ്രവാചകനുമുണ്ട്, കൊട്ടാരം പ്രവാചകനുമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കുണ്ടറ ചെല്ലുമ്പം കുണ്ടറല്ല ദൂത് എന്ന് പറഞ്ഞാൽ, പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവന് ദൂതില്ല. പക്ഷെ പണക്കാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ദൂതാ, ഇല്ലാത്തവനും ദൂതാ. ചിലര് കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റിലോട്ട് കയറുമ്പോഴാ കൂടാര ഷീബ മാമ മാമ മാമ, ഷീബ മാമ മാമ എന്ന്, ഷീബയും മാമനുമാണ്. കൂടാരാന്ന് ചോദിക്കും, ഉടനെ പറയും ഷീബ മാമ മാമ. തുടങ്ങിയിട്ട് അങ്ങ് പ്രവചനം അങ്ങോട്ട് തുടങ്ങുക. എടാ, ഇരുന്ന് പ്രാപിക്ക്, വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ. കൊരിന്ത്യർക്കെഴുതി 1-14 പഠിക്ക്. വിശേഷാൽ കിട്ടുന്ന കൃപയാ പ്രവചനവരം. പ്രവചനം ഇന്നുകൊണ്ട്. രമ്യാവിനോട് പറഞ്ഞുണ്ട് 25-30, നീ വചനങ്ങളെ പ്രവചിച്ചു പറയണം. 25-30 ഇങ്ങനെ വചനങ്ങളെയൊക്കെ പ്രവചിച്ച് പറഞ്ഞവന് കിട്ടിയത് പൊട്ടക്കിണറല്ല. പൊട്ടക്കിണറാണ് എങ്കിലും വെള്ളമില്ലല്ലോ, ചെളിയുണ്ടായിരുന്നു. പക്ഷെ യോസഫിൻ്റെ ദേഹത്ത് ചെളി വാരി എറിഞ്ഞില്ല. അവൻ്റെ സ്വപ്നം ആയതുകൊണ്ടായിരിക്കും. വളരെ ശ്രദ്ധിച്ചോണ്ടേ, സ്വപ്നക്കാരന് പൊട്ടക്കിണറേ ഉള്ളൂ, വെള്ളമില്ലാത്ത കിണറേ ഉള്ളൂ. ഇച്ചിരി പൊടിയൊക്കെ പറ്റി കാണും. പക്ഷെ ഇതങ്ങനല്ല. ഇത് ചെളിക്കകത്ത് കഴുത്തോളം വായോളം എന്ന് പറയുമ്പോൾ പിന്നെ ജീവനോടെ വലിച്ചു കയറ്റിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് പറയുന്നത്. വലിച്ചു കയറ്റിയ ആൾക്കാരെയൊക്കെ കാണണമെങ്കിൽ യെരമ്യാ 38 പഠിച്ചാൽ മതി. അതിൻ്റെ 6 വാക്യത്തിലെ കാര്യം ഞാൻ പറയുന്നത്. കാരണം ആർക്കും സമയമില്ലല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയാം. അപ്പോൾ ഉള്ളത് തുറന്നു പറയുന്നവനെ എന്തിനാ ചെളിവാരി എറിയുന്നത്? നിത്യത പോകാനല്ലേ ദൈവം ഉള്ള കുറവുകളെ വെളിപ്പെടുത്തുന്നത്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ എന്താ തയ്യാറാകാത്തത്? മനുഷ്യരാരും പെർഫെക്റ്റ് അല്ല. അപ്പം യോസഫിനെ കുറിച്ച് കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് യോസഫിനെ കുറിച്ച് കണ്ടില്ലേ, ചേട്ടന്മാരുടെ കൂടെ നിന്നിട്ട് ചേട്ടന്മാരുടെ ആരും വന്ന് ഇവിടെ ഒന്ന് പറയും. നുണപ്പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ ഭാഷയെ പറഞ്ഞ. പിന്നെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ചു. അതിനെക്കുറിച്ച് ആമോസ് പ്രവാചകൻ എഴുതി വെച്ചു. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്.
തമിഴ് സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അപ്പാ தகப்பனே, என்னோட வாழ்க்கையில குறைகளுண்டப்பா, மன்னியுங்க, மன்னியும், பரிசுத்த ரத்தத்தினால என்னை கழுவுங்க, എന്നെ പരിശുദ്ധപ്പെടുത്തുക അപ്പാ. മലയാളികൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാം: എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമെന്ന്. കാരണം കർത്താവിൻ്റെ കണ്ണ് കുരുടായിരിക്കുക. ഇത് കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. ആകാശവും യിരെമ്യാ 23:24 ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പാകെ പറയുക: പണ്ട് ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് കുറച്ചങ്ങോട്ട് പോവുക. അപ്പോഴൊരു ചെറുക്കൻ ഇങ്ങനെ നിന്ന് സിനിമാ പോസ്റ്ററൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാൻ ചോദിച്ചു: എന്തോ മോനെ? ഓ, എൻ്റെ പൊന്നങ്കിളെ, ഈ കാലത്തിൻ്റെ പോക്ക് നോക്കി അങ്ങ് നിന്ന് പോയതാന്ന്. മനസ്സിലായില്ലേ? ഈ കാലത്തിൻ്റെ പോക്ക് നോക്കി നിന്ന് പോയത് നല്ല കാര്യമാണ്. ആ കാലത്തിൻ്റെ പോക്ക് കണ്ടവൻ നിന്നതാ. ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് തക്ക സമയത്ത് തക്കതുപോലെ പറയാൻ മനുഷ്യനറിയാം. ഇവിടെ വാക്കിലൊക്കെ കുറവുകൾ വരാം, ചിന്തയിൽ കുറവുകൾ വരാം, നോട്ടത്തിൽ കുറവുകൾ വരാം. അത് ഉണ്ടപ്പാ, കഴുകണമേ, എന്നെ പരിശുദ്ധപ്പെടുത്തണമേ എന്ന് പറയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണ്ട്, രമ്യാവിൻ്റെ ജീവിതത്തിൽ ഉള്ളത് തുറന്നു പറഞ്ഞത് കൊണ്ട് ആ പൊട്ടക്കിണർ വന്നത്. എത്രയോ ദൈവദാസന്മാരെ കരയിപ്പിച്ചിട്ടുണ്ട്. മനസ്സിൽ കാണാത്ത കാര്യങ്ങൾ ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അവര് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ഒരു വ്യക്തിയും പേപ്പർ മുറിച്ചത് കൊണ്ടോ നിന്റെ ശാപം ഇതാ മുറിക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ടോ ശാപമൊന്നും മാറൂല. അത് എല്ലാ ബന്ധക്കോസുകാരെ തന്നെ കേട്ടോ. ബന്ധക്കോസുകാരെ പറയുമ്പോൾ ഇയാൾ ബന്ധക്കോസുകാരനല്ലേന്ന് ചോദിക്കും. അതെ, ഞാനും ബന്ധക്കോസുകാരൻ തന്നെ, എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. അപ്പോഴോ എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. പരിജ്ഞാനത്തോടെ ആരെയും കണ്ണുനീര് നീ വീഴ്ത്താതെ, ആരെങ്കിലും ഉള്ളത് തുറന്ന് പറയുന്നവനെ ചെളി വാരി എറിയും. നമ്മൾ ദൈവകരങ്ങളിൽ കൊടുക്കുക, അല്ലാതെ നിവൃത്തിയില്ല. റോമർ 12:19 ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുണ്ട്, ഞാൻ പ്രതികാരം ചെയ്യും. എന്നെ സൗദിയുടെ പ്രദേശത്ത് വെച്ച് ചെളിവാരി എറിഞ്ഞ ഒരാൾ, ഞാൻ അലൈനിൽ മീറ്റിംഗ് ചെന്നപ്പോൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ ഇരുന്നു. എന്നെ കണ്ടപ്പോൾ വിറയ്ക്കാൻ തുടങ്ങി. സഭയിലെ പാസ്റ്റർ 15 മിനിറ്റ് സമയം കൊടുത്തു, ബാക്കി സമയം ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞു. പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെളിവാരി എറിഞ്ഞവൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല. നമ്മൾ ആരുടെ മുമ്പിൽ ചെന്ന് നിന്നാലും നമുക്ക് പറയാനുണ്ട് ദൈവവചനം. അങ്ങനെ വേണം നിൽക്കണം. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ആരുടെ മുമ്പിലും ധൈര്യത്തോടെ നിൽക്കാൻ. എന്നെ കണ്ടപ്പോഴത്തേക്കൊരു വിറയൽ. ആരുടെ മുമ്പിൽ വേണമെങ്കിൽ ചെന്ന് നിൽക്കാൻ ഞാൻ. പറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യരാരും പെർഫെക്റ്റ് അല്ലപ്പാ, കുറവുകളുണ്ട്. ചെളിവാരി എറിഞ്ഞവൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഉള്ളത് അവനെ പാസ്സാക്കിയത് ഞാനാ. വേദന കൊണ്ട് പറഞ്ഞു പോയതാ.
അല്ലാതെയും കുറേ എണ്ണം ചെളിവാരി എറിയുന്നുണ്ട്. അതുകൊണ്ട് ശാപം വാങ്ങിച്ചു വെക്കല്ലേ തലമുറകൾക്ക്. അപ്പം ചോദിക്കും, അങ്ങനെ ശാപം പറ്റുമോ? പറ്റും. കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കത്തില്ല. കാരണം ഉണ്ടെങ്കിൽ ഫലിക്കുമെന്നാ ഗലാത്യർ 1:8-9, വെളിപ്പാട് 22:18-19 ഒക്കെ ഫലിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരെയും കരിവാരി തേക്കല്ലേ. ഒരു തെറ്റും ചെയ്യാതെ ഒരു ദൈവദാസൻ ചോദിച്ചു, എന്തുവാ ധർമ്മരാജൻ പാസ്റ്ററുടെ കുഴപ്പം, എന്താ നിങ്ങളിത് പറഞ്ഞുണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോഴേ, അതേ അയാൾ കൂടെ കയറി വരിക, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. കണ്ടോ എടാ, എന്നെ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ സൗദിയുടെ പ്രദേശത്ത് പോയി. അവനെ ഈ പാസ്റ്റർ ആക്കിയവനാ കുഴപ്പം. അതിനെന്തോരം വഴക്കം ഞാൻ കേൾക്കേണ്ടി വന്നു അവനെ പാസ്റ്ററാക്കിയതിന്. അവനാണ് ചെളിവാരി എറിഞ്ഞത്. ഞാനിതുവരെ പറയാത്തൊരു കാര്യമാണ്. പക്ഷേ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ, കർത്താവിന് നന്ദി പറഞ്ഞു. അവൻ്റെ ഒരു വളിച്ച ചിരിയും. ഈ ചിലതൊക്കെ പുറം വെളുപ്പേ ഉള്ളൂ, പക്ഷെ അകം കറപ്പാ. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയും, വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന. ചിലതിൻ്റെയൊക്കെ പുറം വെളുപ്പ, അകം കറപ്പാ. ചിലതിൻ്റെത് അകവും കറപ്പാ, പുറവും കറപ്പാ. ചിലതിൻ്റെയാണ് ചിലത്. പക്ഷേ അതിന് ഞാൻ പകരം പറഞ്ഞത്, ഞാൻ കരഞ്ഞുകൊണ്ട് പോകുന്നു അവിടുന്ന്. പക്ഷേ അതിൻ്റെ മറുപടി അവരൊക്കെ അനുഭവിച്ചു നല്ലതുപോലെ. ദാവീദ് രഹസ്യമായിട്ട് ചെയ്തു, അവസാനം പരസ്യത്തിൽ കൊണ്ടുവന്ന ദൈവം. ഓക്കെ, ഞാൻ ആ ഭാഗത്തിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ യിരെമ്യാവ് പ്രവാചകനെ അവിടെ ചെളിക്കകത്ത് കയറ് കെട്ടി, പുള്ളിയെ ചെളി താഴേക്കിറക്കി കഴുത്തോളം എന്ന് പറഞ്ഞ് ചുണ്ടോളം വരുന്നത് വരെ അമ്മമാർ കയറ് കെട്ടി നിർത്തി. കയറ് കെട്ടി താഴേക്കിറക്കി നിർത്തിയിരുന്നു. ബാക്കി ഭാഗം ഞാൻ അവിടെ പറയുന്നില്ല. ബാക്കി കരയ്ക്ക് കയറ്റി. ഓക്കെ, ആരെങ്കിലും ദൈവം അതിന് മുഖാന്തരം ഒരുക്കുമല്ലോ. കയറ് കെട്ടിയിറക്ക ഓർഡർ ഇട, അവനെ കയറ് കെട്ടി താഴെ ചെളിക്കകത്ത് ഇറക്കെന്ന് പറയാൻ ഒരു കൂട്ടര്, 3 കൂട്ടരാ. ഓർഡർ ചെയ്യാൻ ഒരു കൂട്ടര്, ഇറക്കാൻ ഒരു കൂട്ടര്, വലിച്ച് കയറ്റാൻ വേറൊരു കൂട്ടര്. പിന്നെ എൻ്റെ കൂട്ടൊന്നും ആയിരിക്കത്തില്ല, നല്ല തടി കാണും പുള്ളി. ചില പാടുപെട്ട് വേണം വലിച്ചു കയറ്റാൻ. ചില വലിച്ച് ഈ ചെളിക്കകത്ത് കിടന്ന പുള്ളിക്ക് ഇച്ചിരി വേദന കിട്ടിക്കാണും. അവിടെ കിടന്ന് കരഞ്ഞെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ചാപ്റ്റർ ഒന്ന് പഠിച്ചു നോക്കണം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പൊട്ടക്കിണറായതുകൊണ്ട് പൊട്ടക്കിണർ തന്നെ കിടക്കട്ടെ. അപ്പോൾ പ്രവാചകന് പൊട്ടക്കിണറുണ്ട്. പൊട്ടക്കിണറിനേക്കാളും യോസഫിന് അത്ര ഇല്ലായിരുന്നു. സ്വപ്നക്കാരന് ഇച്ചിരി പൊടിയൊക്കെ പറ്റിയതേ ഉള്ളൂ. എടുത്ത് ഇട്ടെന്നാ കിടക്കുന്നത്. ഇച്ചിരി വേദനയൊക്കെ കിട്ടിക്കാണും, തട്ടിക്കാണായിരിക്കത്തില്ല. പക്ഷെ എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല. പൊട്ടക്കിണറ്റിൽ ഇട്ടെന്നേ കിടക്കുന്നു. വെള്ളമില്ലാത്ത കിണറ്റിനകത്ത് ഇട്ടു, പൊട്ടക്കിണറ്റിലിട്ടു. അപ്പോൾ ഇവിടെ ചെളിക്കയറ് കെട്ടി ഇറക്കി, കയറ് കെട്ടി ഇറക്കി, കയറ് കെട്ടി വലിച്ചു കയറ്റി. അപ്പൊ പ്രവാചകന് ദർശനമുള്ളവന് പൊട്ടക്കിണറുണ്ട്, പ്രവാചകന് പൊട്ടക്കിണറുണ്ട്. പ്രവാചകൻ ഇച്ചിരി കട്ടിയ. അതുകൊണ്ട് ഇന്ന് സഭയിലെങ്ങും പോയാൽ ഉള്ള കാര്യം പറയരുത്. ചിലർ പറയും ദൂത് പറയണ്ട, വചനം പറഞ്ഞാൽ മതി. ചിലർ പറയും ഞങ്ങൾ പ്രസംഗ വിഷയം തരാം, അതങ്ങ് പ്രസംഗിച്ചാൽ മതി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ.
പണ്ട് പാവപ്പെട്ട ഒരു ഉപദേശിയുടെ പരിതാപകരം ഞാനതിനകത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർ കണ്ടു. ഒരു ഉപദേശി കുത്തി പ്രസംഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തോട്ടത്തിലെ നടുവിലെ വൃക്ഷം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യം, കാരണം തോട്ടത്തിലെ നടുവിലെ വൃക്ഷം പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ. അതാരാന്ന് അറിയാലോ, സെക്രട്ടറി സഭയിൽ. പുള്ളി പറയുന്ന പോലെ കേൾക്കും, ഇല്ലെങ്കിൽ വിവരം അറിയും. അപ്പോൾ നേരെ ഇയാൾ അങ്ങനെ കുത്തി പ്രസംഗിക്കുകയാണെങ്കിൽ നമുക്കൊരു വാക്യം, ഇയാൾ മെസ്സേജ് ഒന്ന് തലയാഴ്ച പറഞ്ഞു, മെസ്സേജ് ഒന്ന് തയ്യാറാക്കി കൊണ്ട് വരണ്ട, ഞങ്ങളിവിടെ വചനം തരാതെ പ്രസംഗിച്ചാൽ മതിയെന്ന്. അപ്പം അമേരിക്കയിലും അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. വിഷയം അവർ കൊടുക്കും, ആത്മാവ് പറയുന്ന പോലെയൊന്നുമല്ല, വിഷയം അവർ കൊടുക്കും. അവർ കൊടുക്കുന്നതേ പ്രസംഗിക്കാവും, ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലല്ലോ. കാരണം ഇവരുടെയൊക്കെ കയ്യിലല്ലേ എല്ലാം ഇരിക്കുന്നത്. ആത്മാവിനെ ചവിട്ടി പുറത്താക്കിയിട്ട് വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് കിടക്കുന്ന ശവക്കല്ലറകൾ, വെള്ള തേച്ച കല്ലറ ഓട്ട് അവിടെ കൊണ്ട് അവിടെ നിർത്തുക. അപ്പോൾ ഇയാൾ പ്രസംഗിക്കാനല്ല, സങ്കീർത്തനെല്ലാം വായിച്ച് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വാക്യം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അദ്ദേഹം വായിച്ചിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ഈ വചനത്തിൽ കൂടെ ദൈവാത്മാവ് ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ വാക്യം തന്നവന്മാർ വിചാരിക്കുന്നത് യവന്മാരാണ് ഇതൊക്കെ സൃഷ്ടിച്ചെന്നുള്ളത്. തീർന്നില്ലേ? ഈ ആകാശവും ഭൂമിയൊക്കെ യവന്മാരാണ് സൃഷ്ടിച്ചതെന്നുള്ള ചിന്താഗതിയിലാന്മാർ ഇത് തന്നേന്ന്. അപ്പം കുത്ത് കിട്ടേണ്ടവൻ എവിടെ പോയാലും കുത്തും, കുത്ത് കിട്ടേണ്ടവനും കിട്ടും. യെരമ്യാവ് ഉള്ളത് പറഞ്ഞു, ചെളി കുഴിക്കാത്തിറങ്ങി ഇന്ന് ചെളിവാരി എറിയുകയാണെന്ന്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ യേശുക്രിസ്തുവിനും കിട്ടി പൊട്ടക്കിണറ്. പറഞ്ഞു നിർത്തുക, സമയം ഒരുപാടായി. അപ്പോ 88 സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിരുന്ന് വായിച്ചോണം. സങ്കീർത്തനക്കാരന് കിട്ടിയ വെളിപ്പാട് ഭയങ്കരമാണ്. ഇന്ന് വെളിപ്പാടൊന്നും ഇല്ലല്ലോ, വെളിവുകേടാണല്ലോ ഉള്ളത്. യേശുക്രിസ്തുവിനെ സന്ധ്യയ്ക്കാണ് പിടിക്കുന്നത്. ഒരു കുറ്റവാളിയെ സന്ധ്യയ്ക്ക് പിടിക്കാൻ വ്യവസ്ഥയില്ല. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം വായിച്ചാൽ മതി, 1 മുതൽ 5 വരെ. സന്ധ്യയ്ക്ക് പിടിച്ച്, കാരണം എമാര് തീപ്പെട്ടിയും പന്തമൊക്കെ കൊണ്ടുവന്നല്ലോ. തീപ്പെട്ടി എന്നാട്ടോ, തീപ്പെട്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് പന്തമൊക്കെ കൊണ്ടുവന്ന്, കാരണം എമാരുടെ പന്തം ഏത് സമയത്തും കെടും. അതുകൊണ്ട് എമാർക്കറിയാം അടുത്ത് തീപ്പെട്ടി ഇവിടെ കയ്യിലിരിക്കട്ടെ, അതുകൊണ്ടാണ്. ഇന്ന് ഓരോരുത്തരങ്ങ് കത്തിച്ചങ്ങ് വിടുകയില്ലേ, പയറെന്ന് പറഞ്ഞ് കുറേണ പയറിൻ്റെ പുറകെ അങ്ങ് പോവുക. വചനം വേണ്ട, പയറ്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് അവർ വീണില്ല. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കും. 20-ാം അധ്യായം യേശുക്രിസ്തു ഞാനാകുന്നു എന്ന് പറഞ്ഞ് അടഞ്ഞു കിടന്ന കതകില് കൂടെ വിടവിലാണോ ആത്മാവിൽ ചെന്നു. ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞത് അമ്മാർ ഒരു തൽക്കാലത്തേക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ഊതിയിട്ട് അമ്മാരും വീണില്ല.
ഇന്നുള്ളവന്മാർ കൈവയ്ക്കുന്നതിന് മുമ്പേ തലയിൽ പിടിച്ച് കറക്കി കൈവയ്ക്കുന്നതിന് മുമ്പേ വീഴ്ച തുടങ്ങിയില്ലേ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. എന്നിട്ട് പറയാ, ന്യായം പറയുക, ഇതാണ് കറക്റ്റെന്ന്. നോ നെവർ അല്ല. എത്ര വാക്യം ഞാൻ തരാം. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഒരുപാട് വാക്യങ്ങളുണ്ട്. ശരി, പോട്ട്. യേശുക്രിസ്തുവിനെ സന്ധ്യയ്ക്ക് പിടിച്ച് കൊണ്ട് എവിടെ ഇട്ടിരുന്നെന്ന് പ്രസംഗിക്കണ്ടേ? അവിടെയാണ് 88-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെ നിങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും ആഴമുള്ള കുഴിയിൽ തന്നെ ഇറക്കി പടങ്ങിട്ട്, ചരിത്രകാരന്മാർ പറയുന്നത് പടങ്ങിട്ട്, ബൈബിള് പറയുന്നത് 88, ചരിത്ര പടങ്ങിട്ട് യേശുക്രിസ്തുവിനെ ലോക്ക് ചെയ്ത് അടച്ചു വെച്ചു. ശ്വാസം കിട്ടാതെ കടന്ന് നിലവിളിച്ച നിലവിളിയാണ് 88-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെ. കാരണം കോടതി കൂടുന്ന പിറ്റേ ദിവസം 10 മണിക്കാ. ഈ രാത്രിയിൽ എവിടെ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തി ഭക്ഷണം കൊടുത്ത് അവിടെ ഇട്ടിരിക്കുകയല്ലായിരുന്നു. സർവ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിനെ വേണ്ടി പ്രത്യേകം കിണറന്മാർ ഒരുക്കി വെച്ചിരുന്നു. തന്ത്രമായിരുന്നു, ദണ്ണിപ്പിക്കുക. അതുകൊണ്ടാണ് ഇന്നും അവന്മാർ ദണ്ഡന അനുഭവിക്കുന്നുണ്ട്. എൻ്റെ അരുമനാഥനെ ദണ്ണിപ്പിച്ചതിൻ്റെ ദണ്ഡന അവന്മാർ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്ന്. അവരെത്ര വലിയ പുള്ളികളായാലും മനസ്സിലാക്കിക്കൊണ്ടും യേശുക്രിസ്തുവിനെ കൊണ്ടിട്ടത് 88-ാം സങ്കീർത്തനത്തിലാണ്. ഞാൻ ആ ഭാഗം കൊണ്ട് അവിടെ നിർത്തി. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിന് പൊട്ടക്കിണർ, പ്രവാചകനാണ്, പ്രഭാകരനല്ല, പ്രവാചകന് വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകൻ. ഇരമ്യ 25:30. പൊട്ടക്കിണർ, എൻ്റെ ഭാഷ ചെളിക്കിണറെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് യവന്മാർ യഥാർത്ഥ പ്രവാചകന്മാരെ ചെളിവാരി എറിയുന്നത്. അവൻ്റെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ വെളിപ്പെടും. സങ്കീർത്തനം 25:14 പറയുന്നത് പോലെ എല്ലാം വെളിപ്പെടും. ദൈവവചനത്തിലില്ലാത്ത ഒരു ദൂത് തന്നാലും ഒരുത്തനും ഏറ്റെടുക്കരുത്. വീട് തരാം, കാറ് തരാം, കൂട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന എല്ലാത്തിനും പറഞ്ഞു വിട്ടേക്കണം. അപ്പോൾ എത്ര കുടുംബങ്ങളെ തെറ്റിച്ചിട്ടിരിക്കുന്ന കള്ളപ്രവചനം പറഞ്ഞു മരുന്ന് കയറ്റാൻ പാടില്ല. എല്ലാവരും വായിച്ചോണം. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചോണ്ടാൽ മതി. ബാക്കി ഒരുപാട് വാക്യങ്ങളുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് അടുത്ത് തുടങ്ങുക. ഓക്കെ, അങ്ങനെ 3 പൊട്ടക്കിണർ. യേശുക്രിസ്തുവിന് ഇവരെക്കാൾ, 2 പേരെക്കാൾ, സ്വപ്നക്കാരനേക്കാൾ, ദർശനമുള്ളവനേക്കാൾ, പ്രവാചകനേക്കാൾ ആഴമുള്ള കിണർ. മറ്റേത് രണ്ടും അടച്ചില്ലല്ലോ, ഇത് അടച്ചിട്ടിരുന്നു. 58-ാം സങ്കീർത്തനം വായിക്കേ. ഒറ്റ ദൂത്. ഏത് പ്രവചിക്കുന്നവന് പൊട്ടക്കിണർ വന്നാൽ പൊക്കിയിട്ടവനെ കൊണ്ട് തന്നെ പൊക്കിയെടുപ്പിക്കുന്ന ദൈവം. ദർശനമുള്ളവന് പൊട്ടക്കിണർ വന്നാൽ പൊക്കിയിട്ടവനെ കൊണ്ട് തന്നെ പൊക്കിയെടുപ്പിക്കുന്ന ദൈവം. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിനെ ആഴമുള്ള കിണർ, വെള്ളമില്ലാത്ത കിണറ്റിൽ, പൊട്ടക്കിണറ്റിലിട്ടാൽ ഏതവൻ കൊണ്ടിട്ടോ അവനെ കൊണ്ട് തന്നെ പൊക്കിയെടുപ്പിക്കുന്ന ദൈവം. അപ്പോൾ മനസ്സിലായ? മാറ എവിടെ വന്നോ അവിടെ മധുരമാക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മളെ സമർപ്പിക്കാം. നമ്മളൊക്കെ ഈ അവസ്ഥയിൽ കൂടെ പോകുന്ന ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, ശുശ്രൂഷകന്മാർ, ചൂഷകന്മാരല്ല, ചൂഷകന്മാരുണ്ട്, പക്ഷെ ശുശ്രൂഷകന്മാരുടെ കാര്യമാണ് പറയുന്നത്. ചെളിവാരി എറിയുന്നവരാ ചൂഷകന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ വരും ഓരോ കാര്യങ്ങൾ.
എന്ന് പറഞ്ഞാൽ ഇയാൾ പാട്ട് പാടിയാൽ മതിയായിരുന്നു, ഇതിനേക്കാളും പാട്ട് പാടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് പറയുമായിരുന്നു ആൾക്കാർ. നോക്കണേ, എന്തായാലും നമുക്ക് വലിയ പാട്ടിൽ വലിയ കമൻ്റൊന്നും ഇല്ല, അതുകൊണ്ട് വളരെ സന്തോഷം. 1-2 പേരൊക്കെ വോയിസ് മെസ്സേജ് കിട്ടുമോ, അതല്ലേ ഉള്ളൂ. അത് സാരമില്ല. നല്ല പാടാൻ അറിയാവുന്നവരുണ്ടല്ലോ, അവരെ കൊണ്ട് പാടിപ്പിക്കുക. നീ ഇതൊന്ന് പാട്. പൈസ മേ നൈതേക मेरा पास पैसा नहीं है. ഓക്കെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. യേശുക്രിസ്തുവിനെ പൊട്ടക്കിണറ്റിലിട്ടു. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ്, ആദിയിൽ ദൈവത്തോടുകൂടെ ഇരുന്നവൻ, യഹോവ എന്ന നാമമുള്ളവൻ. യേശുക്രിസ്തുവിനെ യഹോവ എന്ന് 2 പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്നവരൂടെ കേട്ടോണ്ട്. ഒന്ന് സക്കറിയ 14:7-8, ഒന്ന് യെശയ്യാ പ്രവചനം 40:3 മുതൽ 5 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്. യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു തന്നെയാ ദൈവം. നാം ഈ പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിലൂടെ പ്രവചിച്ച ദൈവദാസന്മാർ, പ്രവചന ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ ഇതുപോലുള്ള ചെളിവാരി എറിഞ്ഞ് വേദനയോടെ ഇരിക്കുന്നെങ്കിൽ ആ ദൈവം നിന്നെ കൈവിടത്തില്ല. പൊട്ടക്കിണറ്റിട്ട് തകർക്കുന്ന ദൈവമല്ല, അവിടുന്ന് പൊക്കിയെടുക്കുന്ന ദൈവമാ, ഉയർത്തുന്ന ദൈവമാ. നിന്നെ താഴ്ത്തും, ഇടിച്ചു താഴ്ത്തും നിന്നെ എല്ലാവരും. പക്ഷേ നിന്നെ ഉയർത്തുന്ന ഒരു കരമുണ്ട്. ആ ഉയർത്തുന്ന കരത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, 3 വിധ പൊട്ടക്കിണറിനെ കുറിച്ച് പറയുവാൻ, തിരുവെഴുത്തിൽ കൂടെ പറയുവാൻ അടിയന് കൃപ ചെയ്തു. നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു പിതാവ്. അടിയൻ്റെ വചനത്തിൽ കൂടെ ആർക്കെങ്കിലും വേദനയുണ്ടായെങ്കിൽ ക്ഷമിക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ വരാതെ വണ്ണം ദൈവം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വചനം ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ, അവരെ ഇടിച്ചു താഴ്ത്തി ചെളിവാരി എറിഞ്ഞിട്ടിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, അവരോട് ദൈവം കരുണ കാണിച്ചവരെ കഴുകി ശുദ്ധീകരിച്ച് അവിടെ നിന്ന് ഉയർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. ഒന്നുമില്ല, ഏതുമില്ല എന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്നു. അവസാനത്തോളം വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കാൻ ദൈവം കൃപ ചെയ്യണം. അവിടുത്തെ കൃപയും കരത്തിൽ അടിയനെ മൂടി മറച്ചുകൊള്ളും. അടിയൻ്റെ കുടുംബത്തെ 3 കുഞ്ഞുങ്ങളെ മൂടി മറച്ചുകൊള്ളും. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ജാതിമത സംഘടന ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് മൂടി മറച്ചുകൊള്ളണം. രാജ്യം കാക്കുന്ന ഞങ്ങൾ അടിയനെ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. നന്മകളെ കൊണ്ട് നിറയ്ക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ഇതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം, സന്തോഷം കൊടുക്കണം. എല്ലാവരും ഐക്യതയോടെ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യണം. ലോകത്തിൽ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തവൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുകുട്ടികൾ, ആവശ്യങ്ങൾ എല്ലാം കൂടിയിരിക്കണം. രോഗികളായി കിടക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, കുഞ്ഞുങ്ങളെ കെട്ടിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിലും ദൈവ സാന്നിധ്യം കൂടിയിരിക്കണം. ദൈവമഹത്വം വെളിപ്പെടുത്തും. പ്രാർത്ഥന കേട്ടവനായ ശ്രോതാക്കൾ മുഴുമകത്തോടെ നടക്കണം. ഇതുപോലുള്ള പൊട്ടക്കിണറുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദർശനമുള്ളവന്, പ്രവാചകന്, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിന് പൊട്ടക്കിണർ വന്നുവെങ്കിൽ ഞങ്ങളുടെയും ജീവിതത്തിൽ വരാം, ചെളിവാരി എറിയാം. പക്ഷെ എന്നാലും എൻ്റെ കർത്താവിൻ്റെ കരം ഞങ്ങളെ ഉയർത്തുന്നത് ഓർത്ത് നന്ദി പറയുന്നു. അടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമകത്തോടെ നടക്കുന്നവൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ. അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.